JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന തിരുവാതിര നക്ഷത്രത്തിൻ്റെ 2025 സംഭവിക്കാവുന്ന ഫലങ്ങളും അതുപോലെ ഗുണദോഷങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളാണ്. തിരുവാതിര നക്ഷത്രം മനുഷ്യഗണത്തിൽ സ്ത്രീ യോനിയിൽ മഹാദേവൻ ദേവതയായ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൽ പക്ഷി ചെമ്പോത്തും അതായത് ഉപ്പനും വൃക്ഷം കരിമരവുമാണ്. വളരെ പ്രചാരവും പ്രാധാന്യവുമുള്ള പരമശിവൻ്റെ നക്ഷത്രം തിരുവാതിരയ്ക്ക് ധനുമാസം മുതൽ മേടമാസം വരെ വളരെ വിശേഷമായ പ്രാധാന്യം പല സ്ഥലത്തും കാണാറുണ്ട്. അതായത് ധനുമാസ തിരുവാതിര, കുംഭത്തിരുവാതിര, മീനത്തിരുവാതിര, മേടത്തിരുവാതിര, ഇങ്ങനെ ഓരോ മാസത്തെ തിരുവാതിര വിശേഷമായി കൊണ്ടാടുന്ന പല ക്ഷേത്രങ്ങളും പല സ്ഥലത്തും ഉണ്ട്. തിരുവാതിര ദിവസം പല ദേശത്തും പല ക്ഷേത്രങ്ങളിലും ആഘോഷവും ഉത്സവവും പൊങ്കാല നിവേദ്യവുമായും തിരുവാതിര വ്രതമായും അനുഷ്ഠിക്കുന്നുണ്ട്. കൊട്ടാരക്കര, അതായത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ മേടത്തിരുവാതിരയാണ് ആറാട്ടായി ആഘോഷിക്കും. ധനുമാസത്തിലെ തിരുവാതിര ഒട്ടുമിക്ക ക്ഷേത്രത്തിലും പ്രാധാന്യമുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ ആലുവായിലുള്ള പെരിയാറിൻ്റെ അടുത്തായി അതിപുരാതന കാലം മുതൽ വളരെ പ്രാധാന്യത്തോടെ ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിക്കുന്ന തിരുവൈരാണിക്കുളം ക്ഷേത്രം. ഒരു വർഷത്തിൽ ധനുമാസ തിരുവാതിര മുതൽ 12 ദിവസം മാത്രം നട തുറന്ന് ഭക്തർക്ക് ദർശനം നടത്താൻ അവസരം ലഭിക്കുന്ന ശിവപാർവതി ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം. ഒരു വട്ട ശ്രീകോവിൽ കിഴക്കോട്ട് ദർശനമായി മഹാദേവനും പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീപാർവതിയും കുടികൊള്ളുന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം. സർവാഭരണ വിഭൂഷയായ ദേവിയെ ധനുമാസ തിരുവാതിര ദിവസം മുതൽ 12 ദിവസം മാത്രം ദർശനത്തിന് ഭക്തർക്ക് അവസരമുണ്ട്. ഇവിടുത്തെ ഉത്സവം കുംഭമാസത്തിലെ തിരുവാതിര ദിവസമാണ്. ദീർഘമംഗല്യത്തിന് വേണ്ടി ദേവിക്ക് നൽകുന്ന പ്രധാന വഴിപാട് പട്ടും താലിയും വഴിപാടാണ്. മഹാദേവന് 1000 കുടം ധാരയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും പ്രധാനമാണ്. അതുപോലെ ഉമാമഹേശ്വരി പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, ഇങ്ങനെ വളരെ പ്രത്യേകമായ ചില പൂജകളും വഴിപാടുകളും വിശ്വാസങ്ങളുമൊക്കെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ട്. ഇത്രയും പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ തിരുവാതിര ദിവസത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം അത് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല പല ദേശങ്ങളിലും മഹാദേവന് പ്രാധാന്യമുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കൂടുതലും നടക്കുന്ന ശിവരാത്രിക്കും തിരുവാതിര ദിവസവുമാണ്. അതുകൊണ്ടാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ കാര്യം പ്രധാനമായിട്ടും പറഞ്ഞു. മഹാദേവനെ പോലെ ഒരുപാട് മേക്കപ്പും അണിഞ്ഞൊരുങ്ങിയുള്ള ആർഭാടവും ഈ നക്ഷത്രക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. മഹാദേവനെ പോലെ വൃത്തിയുള്ളതും ലളിതവുമായ വേഷമാണ് ഇവർക്കിഷ്ടം. തീക്കട്ട പോലെ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഈ നക്ഷത്രത്തിൻ്റെ ജന്മരാശി മിഥുനമാണ്. അതായത് ബുധൻ്റെ രാശി ആയതുകൊണ്ട് ഈ നക്ഷത്രം വിദ്യാരംഭത്തിന് ഉപയോഗിക്കാറുണ്ട്. യുദ്ധം, ബന്ധനം, അഗ്നിസംബന്ധമായ കാര്യങ്ങൾ, വിഷക്രിയകൾ, ഉച്ചാടന കർമ്മങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ നക്ഷത്രം മുഹൂർത്തമായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ചിഹ്നം കണ്ണീർത്തുള്ളിയാണ്. ഏത് വിഷയത്തെക്കുറിച്ചും യുക്തിഭദ്രമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ കഴിവ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ട്. ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും പല വിഷയങ്ങളെക്കുറിച്ചും ഇവർക്ക് അസാമാന്യ ബുദ്ധിയും അറിവും പല തിരുവാതിര നക്ഷത്രക്കാർക്കുമുണ്ട്. ദീർഘകാല പഠനം ഇവരിൽ പലരും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ സ്ഥിരമായി പഠിച്ചു പോകുന്ന ഒരു ശീലം ഇവർക്കില്ല. ഒരുപാട് വിഷയങ്ങളിൽ പഠനം നടത്തും, ഒന്നും പൂർത്തിയാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കാറുമില്ല. കൂടുതലും ഇവർ സ്വന്തമായി പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ. സുഹൃത്തുക്കളുടെ ഇടയിൽ ഏറ്റവും വിശ്വസ്തരായി നിൽക്കുന്ന ഒരു വിഭാഗക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ആരെയും സഹായിക്കുന്ന സ്വഭാവവും സുഹൃത്തുക്കളുടെ ഇടയിൽ ഏത് വിഷയവും തന്മയത്വത്തോടുകൂടി ഹാസ്യരസം കലർത്തി അവതരിപ്പിക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു കാര്യം സാധിക്കാൻ ഒരു യാത്ര പോയാൽ ആ യാത്രയിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം അവർ സാധിച്ചെടുക്കും. മറ്റൊരു പ്രത്യേകമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവരുടെ കഴിവിനും അറിവിനും അനുസരിച്ചുള്ള ഒരു അംഗീകാരമോ പ്രശസ്തിയോ ഒന്നും ഇവർക്ക് പലപ്പോഴും ലഭിക്കാറുമില്ല. കാരണം മറ്റുള്ളവരുടെ പൊങ്ങച്ചം, ഈഗോയെ, വക്രബുദ്ധി ഇതൊന്നും ഇവർ അംഗീകരിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്
അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളാണ്, നീതിബോധമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇവരത് അംഗീകരിക്കത്തുമില്ല, മറ്റുള്ളവരെ തള്ളിപ്പറയുകയും ഉള്ളതുപോലെ തുറന്നു പറയുന്ന ശീലവും മറ്റുള്ളവരെ ഒരുപാട് താണു വണങ്ങി നിന്ന് കാര്യം സാധിക്കുന്ന ശീലവും ഇവർക്കില്ല. അറിഞ്ഞുകൊണ്ട് ഇവർ ആരെയും വഞ്ചിക്കാനും ചതിക്കാനും ഇഷ്ടപ്പെടുന്നുമില്ല. മറ്റുള്ളവരുടെ ഇത്തരം പ്രവർത്തികളെ ഇവർ അംഗീകരിക്കത്തുമില്ല. സ്വന്തമായി കാര്യങ്ങളെ വിലയിരുത്തി എന്ത് ചെയ്യണമെന്ന് ഇവർ തന്നെ തീരുമാനിക്കും. മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, ഒരാളുടെ സഹകരണത്തിൽ ഏത് തരത്തിലുള്ള ആളാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ് എന്ന് ഇവർക്ക് കണ്ടെത്താനും പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പ്രത്യേകമായ കഴിവും ഇവർ. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഇവർ ക്ഷിപ്രകോപം കാണിക്കും. അത് ചിലരുടെ മനസ്സിലൊക്കെ ശത്രുത ഉണ്ടാക്കും. കലാരംഗത്തും പൊതുരംഗത്തും ഇവർ നല്ലതുപോലെ ശോഭിക്കും. പുരുഷന്മാരുടെ ദാമ്പത്യ ജീവിതം വലിയ കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ പോകുമ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ അത്ര ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം പലർക്കും ലഭിച്ചു എന്ന് വരില്ല. അപൂർവം ചിലർക്ക് നല്ല കുടുംബജീവിതവും സന്തോഷവുമൊക്കെ ലഭിക്കാറുമുണ്ട്. എങ്കിലും ഭൂരിപക്ഷം സ്ത്രീകൾക്കും അവരുടെ വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മനപ്രയാസങ്ങൾ അവരെ സംബന്ധിച്ച് ഉണ്ടാകാറുമുണ്ട്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് മിക്കവാറും ഒരു 10-28 വയസ്സിന് ശേഷമായിരിക്കും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചമുണ്ടായി അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടായി കാണും. വിദേശവാസം, അന്യദേശവാസം എന്നിവ പല തിരുവാതിര നക്ഷത്രക്കാർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടൊക്കെ ചിലർക്ക് പ്രയോജനം ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് ഈ അന്യദേശവാസം കൊണ്ടും അല്ലെങ്കിൽ വിദേശവാസം കൊണ്ടൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടായതായി കാണുന്നതുമില്ല. തിരുവാതിര നക്ഷത്രക്കാരെ വിശ്വസിച്ച് ഏതെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവരേക്കാൻ തയ്യാറാവത്തില്ല. പക്ഷേ ഏൽപ്പിച്ചാൽ അവരത് ഭംഗിയായി തന്നെ കൈകാര്യം. ഇത്രയും പറഞ്ഞത് ഈ നക്ഷത്രത്തിൻ്റെ പൊതുഫലമാണ്. അതായത് തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവവും അവരുടെ പൊതുഫലവും ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 2025 ഫലത്തിലേക്ക് കടക്കുമ്പോൾ ശനി, വ്യാഴം, രാഹു, കേതുക്കൾ എന്നീ 4 ഗ്രഹങ്ങൾ പ്രധാനമായും രാശി മാറുന്ന ഒരു വർഷമാണ് 2025. സൂര്യൻ ഓരോ മലയാള മാസവും രാശി മാറുന്ന ഒരു രീതിയുണ്ട്. ബുധനും ശുക്രനും ചൊവ്വായും അത് ഒരു വർഷം പല പ്രാവശ്യം, അതായത് 30-40 ദിവസങ്ങൾ കൂടുമ്പോൾ രാശി മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ്. തിരുവാതിര നക്ഷത്രക്കാരെ ഈ 2025 വർഷം വളരെ ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോകണം എന്നാണ് ഇതിൻ്റെ ഫലം സൂചിപ്പിക്കുന്നത്. മൂലക്ഷേത്രത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി മെയ് മാസത്തിൽ കണ്ടക ശനിയായിട്ട് മാറും. 12-ലെ വ്യാഴം മെയ് മാസത്തിൽ ജന്മരാശിയിൽ വരും. കർമ്മഭാവത്തിൽ നിന്നും രാഹു ഭാഗ്യസ്ഥാനമായ 9-ൽ വരും. ഇതൊന്നും ഈ വർഷം വലിയ ഗുണം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. 12-ലെ വ്യാഴത്തേക്കാൾ കുറച്ചുകൂടി മെച്ചം എന്ന് വേണമെങ്കിൽ ജന്മരാശിയിലെ വ്യാഴം പറയാം, അത്രമാത്രം. ഇനി ജനുവരി മാസത്തെ കാര്യം നോക്കുമ്പോൾ അത്ര മോശമല്ലാത്ത, ഉദ്ദേശിച്ചതുപോലെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നടക്കാനും അതൊക്കെ മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കുന്ന ഒരു മാസമാണ് ജനുവരി. തൊഴിൽപരമായും സാമ്പത്തികമായും ഒന്നും അത്ര മോശമല്ലാത്ത ഒരു മാസമാണ്. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ജനുവരി മാസത്തിൽ ഇവരെ അലട്ടാം. പ്രത്യേകിച്ച് കഫസംബന്ധമായ കാര്യങ്ങൾ, ചുമ, പനി, ശ്വാസം മുട്ടൽ, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ അസുഖങ്ങൾ. ഫെബ്രുവരി മാസം തുടക്കത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. സർക്കാർ സംബന്ധമായ കാര്യത്തിൽ അത്ര നല്ല സമയമൊന്നുമല്ല. ഈ യാത്രകളൊക്കെ വളരെ സൂക്ഷിക്കുകയും വേണം. മാസത്തിൻ്റെ ഏതാണ്ടൊരു പകുതിക്ക് ശേഷമുള്ള ദിവസങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. മാർച്ച് മാസം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ മാറി തൊഴിൽപരമായ ഒരു ഉയർച്ചയും സാമ്പത്തികമായ ഒരു ലാഭവുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. അതുപോലെ മംഗളകരമായ കാര്യങ്ങളിൽ സംബന്ധിക്കാനും തീർത്ഥാടനം മുതലായിട്ടുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു കൂട്ടായ്മയും ഒരു ഈശ്വരവിശ്വാസവും മനസ്സിന് സന്തോഷവും ഒക്കെ നൽകുന്ന ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മാർച്ച് മാസത്തിലുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് സന്തോഷവും ഉണർവും ഒക്കെ ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. ഏപ്രിൽ മാസത്തിലേക്ക് പോകുമ്പോൾ പൊതുവെ അത്ര മോശമല്ലാത്ത ഒരു മാസമാണ്. തൊഴിൽപരമായി മെച്ചമുണ്ടാകാം, സാമ്പത്തിക രംഗം മെച്ചപ്പെടാം, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചുകൂടി അംഗീകാരമൊക്കെ കിട്ടാം. അതുപോലെ ജോലി സംബന്ധമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ പ്രമോഷനോ
അതല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട വരുമാനമുള്ള ജോലിയിലേക്ക് പോകാനോ ഒക്കെയുള്ള സാധ്യതയൊക്കെ ഏപ്രിൽ മാസത്തിലുണ്ടാകും. മെയ് മാസമാകുമ്പോൾ വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമായിട്ട് വേണം മെയ് മാസത്തെ പറയാൻ. കാരണം തുടക്കം പോലെയല്ല, മെയ് മാസം പകുതി മുതൽ അങ്ങോട്ട് നോക്കുമ്പോൾ അവിചാരിതമായ പല മാറ്റങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വരാവുന്ന ഒരു മാസമാണ്. കാരണം മെയ് മാസത്തിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം, വ്യാഴമായാലും ശനിയായാലും രാഹു ആയാലും ഇവരെല്ലാം രാശി മാറുന്ന ഒരു മാസമാണ് മെയ് മാസം. അതുകൊണ്ട് തന്നെ അതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലും പൊതുവേയും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഈ മെയ് മാസത്തിലുണ്ടാകും. ജൂൺ മാസത്തിലേക്ക് പോകുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളും അവിചാരിതമായ ചില പ്രയാസങ്ങളുമൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള മാസമാണ്. അധികമായ ചിലവിന് സാധ്യത വരും. സംസാര രീതി പലരെയും ശത്രുക്കളാക്കും. മാസത്തിൻ്റെ ആദ്യ നാളുകൾ അത്ര മെച്ചമൊന്നുമല്ല. പകുതിക്ക് ശേഷം കുറേയൊക്കെ മാറി മെച്ചമുണ്ടാകുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യും. സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണമുണ്ടാകും. കർമ്മരംഗം ഒരു വിധത്തിൽ ചില മേന്മയുണ്ടാകുമ്പോൾ ചില മാനസിക പ്രയാസങ്ങളെ നേരിടേണ്ടതായിട്ടും വരും. കർമ്മഭാവമായ 10 ശുക്രൻ ഉച്ചത്തിൽ ശനിയോഗം ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ കർമ്മരംഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ച് മെച്ചവും, അതുപോലെ കാരണം ബന്ധുരാശികളാണ്. അപ്പം ബന്ധുക്കളുടെ ഒരു സഹായവും ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ വരും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ലതാണ് എന്നിട്ട് പറയാനും പറ്റും. ജൂലൈ മാസം പൊതുവെ അത്ര മോശമല്ലാത്ത ഒരു മാസമാണ്. ഭൂമി സംബന്ധമായ കാര്യത്തിൻ്റെ അനിശ്ചിതത്വം മാറിക്കിട്ടും. സാമ്പത്തിക ബാധ്യത, ഭൂമി ഇടപാടുകൾ എന്നിവയിലെ പ്രശ്നങ്ങൾക്ക് ചില പരിഹാരങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും. സ്ത്രീകൾ മൂലം പല ഗുണങ്ങളും ഉണ്ടാകാം. അതുപോലെ മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ, ടെസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഗുണം ലഭിക്കാം. അല്ലെങ്കിൽ കുറേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടാകാം. ആരോഗ്യരംഗത്തും IT രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഇനി ആഗസ്റ്റ് മാസത്തിലേക്ക് പോകുമ്പോൾ തൊഴിൽ രംഗത്ത് മെച്ചമുണ്ടാകാം. അതുപോലെ ചിലർ ശത്രുതാപരമായി പെരുമാറാനുള്ള സാധ്യതയുമുണ്ട്. സാമ്പത്തികമായി മെച്ചമൊക്കെ ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾ മികച്ച നിലയിൽ ചില മാറ്റങ്ങളൊക്കെ അവർക്ക് സംഭവിക്കാം. തൊഴിൽപരമായ ചില ഉയർച്ചയും അതുപോലെ ജോലി ആഗ്രഹിച്ചു കഴിയുന്നവർക്ക് അതിനുള്ള ചില അവസരങ്ങളുമൊക്കെ ഉണ്ടാകാം. അതുപോലെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് തൊഴിൽപരമായി ലാഭവും പ്രമോഷനും അല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർച്ച കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമൊക്കെ വരാം. സന്താന വിഷയത്തിൽ അത്ര വലിയ നല്ല മാസമൊന്നുമല്ല. ചില മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വരും. സെപ്റ്റംബർ മാസത്തിലേക്ക് പോകുമ്പോൾ സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം ആദ്യ പകുതി വരെ നല്ല ഗുണമൊക്കെ ഉണ്ടാകും. പിന്നീട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. യാത്രകൾ ദുരിതപൂർണമാകാം. അതൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോവുക. അതുപോലെ മാതാവിന് അനുകൂലമായ സമയമല്ല. പ്രായമുള്ളവരോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുള്ള അമ്മമാരോ ഒക്കെ ആണെങ്കിൽ അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുപോലെ മാനസികമായിട്ടും മാതാവിന് ചില വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം വരും. തൊഴിൽപരമായി ചില ബുദ്ധിമുട്ടും ക്ലേശങ്ങളുമൊക്കെ വരാവുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. ഒക്ടോബർ മാസത്തിലേക്ക് പോകുമ്പോൾ ഈ മാസം 18-ാം തീയതി വ്യാഴം ഉച്ചരാശിയിൽ, അതായത് കർക്കിടകത്തിൽ വരും. സാമ്പത്തികമായും തൊഴിൽപരമായും ഈ മാസം പകുതിക്ക് ശേഷം വളരെ മെച്ചമുണ്ടാകും. സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാ കാര്യത്തിലും സഹായിക്കും. വീട്ടിൽ സന്തോഷപ്രദമായ പല അനുഭവങ്ങളും ഉണ്ടാകും. ബന്ധുക്കളൊക്കെ ഒത്തുകൂടുന്ന ഒരു സാഹചര്യം, എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളും അതുപോലെയൊക്കെയുള്ള സന്ദർഭങ്ങളുമൊക്കെ ഉണ്ടാകാം. സന്താനങ്ങളുടെ കാര്യത്തിൽ അത്ര വലിയ മെച്ചമൊന്നും കാണുന്നില്ല. നവംബർ മാസം ശത്രുക്കളായിരുന്നവർ ശത്രുതയൊക്കെ മാറി അടുത്തു വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. തൊഴിൽപരമായി ചില മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില അല്പം മെച്ചപ്പെടുന്ന ഒരു മാസമാണ്. കുടുംബപരമായും നല്ല സമയമാണ്. മാനസികമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നവംബർ മാസത്തിനുണ്ട്. അതുപോലെ ആരോഗ്യ സംബന്ധമായി പറയുമ്പോൾ അത്ര നല്ല മാസമൊന്നുമല്ല. ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഡിസംബർ മാസം എന്ന് പറയുമ്പം ഈ 2025 അവസാനത്തെ മാസമാണ്. 2-ലെ വ്യാഴം കർമ്മഗുണവും സാമ്പത്തിക ലാഭവും കുടുംബപരമായ ഐക്യവും പല കാര്യങ്ങളും മറ്റുള്ളവർ
നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്ന സാഹചര്യമൊക്കെ വരാം. പക്ഷേ ഡിസംബർ ആദ്യം തന്നെ 5-ാം തീയതി തന്നെ വ്യാഴം കർക്കിടകത്തിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് കടക്കും. 20-ാം തീയതി ശുക്രൻ ധനു രാശിയിൽ 7-ൽ വരും. അപ്പോൾ 7-ാം ഭാവത്തിൽ ശുക്രൻ ഗോചരത്തിൽ വരുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പങ്കാളിയുടെ കാര്യത്തിലൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങളോ മാനസികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില അകൽച്ചയൊക്കെ സംഭവിക്കാവുന്ന ഒരു മാസമാണ് ഈ 7-ൽ ശുക്രൻ വരുന്ന സമയം. ഡിസംബർ 7-ന് ധനുവിൽ 7-ൽ ചൊവ്വയും കൂടി വരുന്നുണ്ട്. അപ്പോൾ 7-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ അത് മാർഗസ്ഥാനമായതുകൊണ്ട് തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങളും മാനസികമായ അത് പിന്നെ ഒരു അകൽച്ചയും തടസ്സങ്ങളും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതിനൊക്കെ ഒരു വിഘ്നവും ചില തടസ്സങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ 7-ലെ ചൊവ്വ കാണിക്കും. അതുപോലെ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിലും ചില ഭിന്നതകളും ചില വാക്കേറ്റങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പൊതുവേ പറയുമ്പോൾ ഡിസംബർ മാസം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് പൊതുവെ മനസ്സിലാക്കുന്നത്. അപ്പോൾ 2025 തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചില മാസങ്ങൾ അത്ര മെച്ചമല്ലെങ്കിലും പല മാസങ്ങളും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചില പുരോഗതിയും അതുപോലെ തന്നെ ആഗ്രഹിച്ചതുപോലെ പല വിഷയങ്ങളും ഒഴിഞ്ഞുപോയി ജീവിതത്തിന് ഒരു മാറ്റമൊക്കെ ഒരു നല്ല നിലയിലേക്കൊക്കെ എത്താൻ സാഹചര്യം ഉണ്ടാക്കിത്തരുന്ന ഒരു വർഷം കൂടിയാണ് 2025. എന്നാൽ അതുപോലെ തന്നെ ചില ദോഷവശങ്ങളും ഇതിനകത്തിലുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.